അന്നു നിന്റെ കവിളിത്ര തുടുത്തിട്ടില്ല. അന്ന് നിന്റെ എന്തൊരു പറയട്ടെ കുട്ടി, ഇതൊന്നും ഇത്ര തുടുത്തിട്ടില്ല. പൊട്ടുകുത്താൻ അറിയാത്ത, തുണി നനയ്ക്കാൻ അറിയാത്ത ഷാപ്പുകാരൻ പൈലിയുടെ മോളെ. ഞാൻ എവിടെയെല്ലാം നോക്കി. നീ എന്താ ഫോട്ടോ എടുപ്പൊക്കെ നിർത്തിട്ട് ഇപ്പൊ ബാലെ ട്രൂപ്പിൽ ചേർന്നു? ഞാനല്ല, അണ്ണനെ ഒരു ബാലെ ട്രൂപ്പിൽ ചേർക്കാനാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നീ കാര്യം എന്താന്ന് വെച്ചോ പറ. ഈ മീൻപിടുത്തമൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഇറ്റലിക്കാരനെ പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന ഭാഗവതരാവണം. എടേ, അതിന് എനിക്ക് പാട്ടൊന്നും അറിയില്ല. അറിയില്ലേ? നിന്റെ ഈ ഹാർമോണിയം ഒക്കെ ഇല്ലേ? ഇതാണ് ഹാർമോണിയം. ഇന്നലെ ചൂണ്ടയിടാൻ പോയപ്പോ കായലിന്റെ അരികത്ത് നിന്ന് കിട്ടിയതാ. അപ്പൊ ഇതാണല്ലേ ഹാർമോണിയം. അണ്ണ, ഇത് നിന്റെ ഭാഗ്യം ഒന്ന് കരുതിയാ മതി. ഇന്നു മുതൽ നീ സായിപ്പിനെ പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന പ്രശസ്ത സംഗീതജ്ഞൻ പൂവാർ പൂക്കുട്ടിയാണ്. ഈയിടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം, നീ വാ. Is it difficult to learn Kerala music? Yeah. I mean to understand your... The musician is coming. Oh, really? ഈയിടെ എനിക്കിത് ഇട്ടിട്ട് ഒരുമാതിരി പിറം കടിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യണ. ഈയിടെ നമ്മളെ ഈ കള്ളത്തരങ്ങളെല്ലാം ഈ കൂതറ സാഹിബിന് പിടി. എവിടുന്ന്? ഇറ്റലിയിലെ റിയാലിറ്റി ഷോയിൽ ചെന്ന് പാടാനാ കക്ഷിക്ക്. നമ്മുടെ സംഗതികളൊക്കെ പഠിച്ച് അവിടെ പോയി ആളാവാനാ സായിപ്പിന്റെ ലക്ഷ്യം. അതൊക്കെ ഞാൻ ഏറ്റ്. പക്ഷെ ഈ കാശിന്റെ കാര്യം മാത്രം നീ മറക്കരുത്. അതൊക്കെ എപ്പോഴേ റെഡി. നമസ്കാരം. ഓ, ആശ്വാസമായി. അപ്പൊ മലയാളം അറിയാല്ലേ? അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല. Oh, the musician. Who is the master? നിന്റെ ഗുരുവാരാണെന്നാ ചോദിക്കുന്നേ. ശ്രീനാരായണ ഗുരു. Oh, ശ്രീനാരായണ ഗുരു. അതല്ല, സംഗീതത്തിലെ ഗുരുവാരാണെന്നാ ചോദിച്ചേ. അതായിരുന്നു മൈ അച്ഛൻ. എന്റെ അച്ഛൻ മഹാകവി വാസുദേവൻ. വാസുദേവൻ? ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല. ഞാൻ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാതാ പറഞ്ഞു. Are you expert in music? എന്താ Did he tune some music for me? അല്ല, നിനക്ക് ട്യൂൺ ചെയ്യാൻ അറിയാമോന്ന്? എനിക്ക് ഇഷ്ടമാണ്. Oh, great. ഞാൻ ഒരുപാട് പേരെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഈ 2 കുട്ടികളുമുണ്ട്. സത്യം. വട്ടേന്റെ അപ്പന്. What did he say? I'm sorry, I'm not understanding. He is a big tuner, a great music director in Kerala. Oh, congratulations. It's an honor to meet you. ഇപ്പൊ എങ്ങനെയുണ്ടാ എന്റെ വെയിറ്റ്? നീ പൊക്കോ. നമ്മൾ രണ്ടുപേരും കൂടി സംഗീതത്തിന്റെ ആഴക്കടലിലേക്ക് മുങ്ങി തപ്പ പോവുകയാണ്. തപ്പണതൊക്കെ കൊള്ളാം, പക്ഷെ ബിഗ് തന്നെയാ നോക്കിക്കോണം. കാരണം ഞാൻ വാടകയ്ക്ക് എടുത്താണേ. ലേഡിയും കൂടെ വിളിച്ചോ. അറിഞ്ഞൂടായിരുന്നു വേറെ എന്തോ ആണ്. What? അറിഞ്ഞൂടാ, ഞാൻ നോക്കട്ടെ. എനിക്ക് എന്നെ പ്രാന്തായിട്ടിരിക്കുന്നു. നീ ഒന്ന് പിടിച്ചോക്ക്. ഇവിടെ പിടിച്ച കേട്ടോ. ഇതാണല്ലേ. നീ നോക്കിക്കോ. നിനക്ക് ഇറ്റലിയിലെ റിയാലിറ്റി ഷോയിൽ അടിച്ച് പൊളിച്ച് പാടാൻ പറ്റിയ ഒരു പൊളപ്പം പാട്ട് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. ഓ, യവന് മലയാളം അറിയില്ലല്ലോ. ഇംഗ്ലീഷ് പറഞ്ഞുതരാം. അടിച്ച് പൊളിച്ച് പാടാൻ പറ്റിയ ഒരു പാട്ട് ഞാൻ പഠിപ്പിച്ച് തരാം. Okay, please. കാക്കേ 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 അറിയാമോ? കാക്കേ 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 കൂടവിട കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. ഇനി നോക്ക്. ഞാൻ പറഞ്ഞുതരാം. അതെ, നമുക്ക് പറ്റിയ സ്ഥലമല്ലേത്. നമുക്ക് വേറെ പോവാം. ഓഹ്, ഇതാണ് പറഞ്ഞത്. നിനക്ക് മലയാളം അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് മലയാളം വന്ന് കാരണം ഈ സ്ഥലം അത്ര ശരിയല്ല. നമുക്ക് വേറെ പോവാം. വാ 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 വാ, നീ വാ. വെറുതെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കാതെ. ലെറ്റ് us go out. Oh no man, ഞാൻ വരുന്നില്ല. Please leave me alone. Come on man. You carry on. Yeah, okay. വരയും കുറിയും ചായം തേടുമുടൽ അതിലൻ വിരലേ മീട്ടു പ്രേമഗസൽ
അകലെ നിന്നൊഴുകി വന്നു ഞാൻ മധുരനാദാഞ്ജലി എൻ ഹൃദയ ഛായാതലം തന്നിൽ ഒരു നിറക്കാഴ്ചയല്ലോ നീ. ഹായ്. Shilpa? Oh, so you still remember my name? Shilpa? വിളിക്കണ്ട എന്നെ. എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുക. Come on, Shilpa. Let's forget the past. എല്ലാം മറക്കാം. നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് മറക്കാൻ കഴിയുമായിരിക്കും. അല്ലേലും നിങ്ങൾ യൂറോപ്യൻസിന്റെ ബന്ധങ്ങളുടെ വില അറിയില്ലല്ലോ. Cool down, Shilpa. Cool down. എല്ലാം ഞാൻ മറന്നു വന്നതാ. അപ്പോഴാ നിങ്ങളുടെ ഈ രണ്ടാം വരവ്. You made me a world famous painter. അതെ, നിങ്ങൾ പ്രശസ്തനായി, അവാർഡുകൾ കിട്ടി, ന്യൂ ഏജ് രവിവർമ്മയായി. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ജീവിതം. No, Shilpa. നീ ഒന്നും ലൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ സംസ്കാരത്തില് ഇതൊന്നും അത്ര വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ ഒരു മലയാളി പെൺകുട്ടിക്ക് അവിടെ ചാരിത്രമാണ് ഏറ്റവും വലുത്. ചരിത്രം? ചരിത്രമല്ല, ഭൂമിശാസ്ത്രം. എനിക്ക് വേറെ പണിയുണ്ട്. Excuse me, man. പിന്നെ I'm sorry. എന്തൊക്കെയുണ്ട്? സുഖം തന്നെ. What's the meaning of ചരിത്രം? ഈ ചരിത്രം. ചരിത്രം. സായിപ്പ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് കേട്ടിട്ടില്ലേ? അവർ ഫാദർ ഓഫ് നേഷൻ, ഇന്ത്യസ് ഫാദർ ഓഫ് നേഷൻ. ജവഹർലാൽ നെഹ്റു, അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഹമാരാ പ്രധാനമന്ത്രി. ഇതാണ് ചരിത്രം. Hey, no. നോയാ? ഞാൻ ശില്പയുടെ ചരിത്രം കളഞ്ഞെന്ന് അവൾ പറഞ്ഞു. അത് ശരി. അപ്പൊ അതിനിടയ്ക്ക് ചരിത്രമൊക്കെ അടിച്ച് മാറ്റിട്ടാണ് വിട്ടതല്ലേ? ചരിത്രം? കള്ള സായിപ്പ്. ചരിത്രം. എന്താടോ? അല്ല മാഡം, ഈ ചരിത്രം ഫാബ്രി. തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അതല്ല, ഈ ചരിത്രത്തിലൊക്കെ എനിക്കും താല്പര്യമുണ്ട്. Stupid. മാഡം, ചരിത്രം. Idiot. Please, Shilpa, listen to me. What do you want? രവി വർമ്മയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഡ്രീം പെയിന്റിംഗ് എനിക്ക് പൂർത്തിയാക്കണം. Will you help me? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതിന് നീ പോസ്റ്റ് ചെയ്യില്ലേ? മതിയായില്ലേ നിങ്ങൾക്ക്? പ്ലീസ് ലിസൺ ടു മീ. എല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത് കാണണോ? Okay, Annalisa. Okay, I'm waiting for you, eh? Bye. Ciao. ഹായ്. Oh, Matai. What are you doing here? യാ, ഫൈൻ. എനിക്കും കൂടെ ഈ പടം വരയ്ക്കാൻ പഠിപ്പിച്ചു തരുമോ? It's not easy, man. കൊള്ളാലോ മദാമ്മ. Oh, she's my sister, Annalisa. സോറി. She's coming for a holiday. ഓ, ഇങ്ങോട്ട് വരുന്നെന്നാ? ശില്പേക്കാൾ ഒട്ടും മോശമല്ല, ഫോട്ടോ കണ്ടിട്ട്. Your keys, sir. Thank you. Wish you a happy journey, sir. Thank you very much. sir. See you again. Bye. Bye, sir. പ്ലീസ്. Sorry. Good morning, sir. ഗുഡ് മോർണിംഗ്. എവിടെയാ സായിപ്പ്? Is Saipa, sir? ആ പടം വരയ്ക്കുന്ന ഇറ്റലിക്കാരൻ സായിപ്പ്. Oh, Mr. Fabry. അവൻ തന്നെ. അവന്റെ വരപ്പ് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. Enda, any problems, sir? കൊട്ടാരത്തിലെ ചിത്രശേഖരത്തിൽ നിന്നും ദമയന്തിയുടെ ചിത്രം മോഷ്ടിച്ചതാരാണെന്ന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഫാദറിന് എന്തെങ്കിലും പറയണോ? സായിപ്പിനെ ഞങ്ങൾക്കൊന്ന് ചോദ്യം ചെയ്യണം. Sir, അത് തത്ത പറയുന്ന പോലെ അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. sir, room number 501. ഇങ്ങോട്ട് വന്നേ.
താനിതെങ്ങോട്ടാ? അല്ല സാഹിബിനെ ചോദ്യം ചെയ്യണം. സായിപ്പിനെ ഒറ്റയ്ക്ക് ഞാൻ ചോദ്യം ചെയ്തോളാം, താൻ ഇവിടെ നിന്നാ മതി. അവൻ ഇതുവഴി എങ്ങാണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പിടിക്കാൻ തയ്യാറായി നിന്നോണം. വിട്ടില്ല ഞാൻ അവനെ. എന്റെ എല്ലാ ഇടപാടുകളും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എല്ലാ സത്യങ്ങളും നിന്നെ കൊണ്ട് തുറന്ന് പറയിപ്പിച്ച് തൊണ്ടി ഞാൻ പൊക്കും. ഇംഗ്ലീഷ് പോലീസുകാരെ മാത്രം കണ്ടു വളർന്ന നിനക്ക് കേരള പോലീസുകാരാണെന്ന് നിന്ന് ശരിക്കും മനസ്സിലാവും. അയ്യോ, ഇങ്ങനെയൊക്കെ പറയണമെന്നായിരുന്നു എന്റെ മനസ്സിന്റെ ആഗ്രഹം. ഓ, പക്ഷേ വിളമ്പന്റെ കാല് പിടിച്ചില്ലേ തൊപ്പി തലയും തെറിക്കുമല്ലോ. ഓ സാർ, സായിപ്പേ കാപ്പാത്തുങ്കോ ഇന്ത മാത്താണ്ടത് ഏഴ് ഹെൽപ്പ് സായിപ്പേ ഹെൽപ്പ്. Hey, get up. What help? നീങ്ക ഹെൽപ്പ് പണിയില്ലെങ്കിൽ എന്റെ ക്യാപ്പ് തെറിക്കും. What? തൊണ്ട് കിട്ടിയില്ലെങ്കിലും ഈ ചാണ്ടിയെ കൊണ്ടൊരു പടം വരപ്പിച്ച് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്ത ഒരു പ്രൊമോഷൻ എനിക്ക് ഉറപ്പാക്കാം. സാഹിബേ, എതിരൊന്നും പറയരുത്. എന്നെ സഹായിച്ചേ പറ്റൂ. കൊട്ടാരത്തിലെ ചിത്രവിഭാഗത്തിൽ ഏൽപ്പിക്കാൻ എന്തായാലും ഗവൺമെന്റിന് വേണ്ടി ഒരു പടം വരയ്ക്കുന്നുണ്ടല്ലോ, അതിനോടൊപ്പം എനിക്കും കൂടി ഒരു പടം വരച്ച് തരണം. I'm sorry, sir. I don't understand. സാഹിബേ, തൊണ്ടി തൊണ്ടി 20. 20 അല്ല. എന്റെ ദൈവമേ, തൊണ്ടിയായി ഹാജരാക്കാൻ ഇതുപോലൊരു പടം വരച്ചിരണമെന്ന് ഞാൻ ഈ സായിപ്പിനെ ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ. അയ്യോ സായിപ്പേ, എനിക്കും കൂടി ഇതുപോലെ Don't touch my painting. No. ലൈക്ക് ദിസ് ഫോർ മീ വൺ. ഡിപ്പാർട്ട്മെന്റിൽ തൊണ്ടി പ്രമോഷൻ. I understand. I'm sorry. No time. പ്ലീസ്. No time? ഓഹോ, താൻ എന്തുകൊണ്ടോ വിചാരിച്ചേ? CI മാർത്താണ്ഡം വിചാരിച്ചാൽ തൊണ്ടി പൊക്കാൻ പറ്റില്ലെന്ന് കരുതിയോ? അങ്ങ് ഇറ്റലിയിൽ നിന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ രാജാ രവിവർമ്മ കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കിയ ഞങ്ങളുടെ ശകുന്തളയും ഞങ്ങളുടെ ദമയന്തിയും ഞങ്ങളുടെ ലേഡിയറ്റ് ബാത്തും ഒക്കെ വരച്ച് ഇറ്റലി ചെന്ന് പ്രശസ്തനായി അവാർഡ് വാങ്ങിച്ച് 10 കാശുണ്ടാക്കിയപ്പോ ഇപ്പൊ ഞങ്ങളെയൊന്നും കണ്ട അയാൾ തിരിച്ചറിയത്തില്ല. അവന് സമയമില്ല പോലും. മിസ്റ്റർ സായിപ്പേ, യു സ്കൗണ്ടർ, ഫെല്ലോ, ചെറ്റ്, ഇഡിയറ്റ്, ഫൂൾ, റാസ്കൽ, യൂസ്ലെസ്, ഗുഡ് ഫോർ നത്തിങ്, ഇന്റർനാഷണൽ ഇഡിയറ്റ്, യു ഗെറ്റ് ഔട്ട്. അയ്യോ, എന്താ ദൈവം. എന്താണോ ഇവിടെ? അനുഗ്രഹിക്കണം സാർ. സത്യം പറ, നീ വല്ലതും കണ്ടോ കേട്ടോ? കേട്ടു സാർ. പക്ഷെ സാർ ഈ ഇംഗ്ലീഷിൽ അവനെ ചീത്ത വിളിച്ചാ അവന് വല്ലതും മനസ്സിലാവുമോ സാർ? സായിപ്പിന് ഫീൽ ചെയ്യണമെങ്കിൽ അവനെ ഇറ്റാലിയൻ ഭാഷയിൽ ചീത്ത വിളിക്കണം. ഇറ്റാലിയൻ ഭാഷ പഠിക്കാൻ ഞാൻ ഇറ്റലിക്ക് പോകേണ്ടത്. അയ്യോ, ഇറ്റാലിയൻ ഭാഷ പഠിക്കാൻ ഇപ്പൊ ഇറ്റലിയിലൊന്നും പോകേണ്ട കാര്യമില്ല സാർ. എല്ലാം ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. എന്താ പുരോഗതി.